നമസ്കാരം. പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയല്ലേ ഈ ജോസ് കെ മാണിയെ, ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയപ്പെടുന്ന പാർട്ടിയെയും ഇടതു മുന്നണിയിലേക്ക് CPM കൊണ്ടുവന്നത്. പക്ഷേ നിറകേട് കാട്ടാൻ പോകുന്നുണ്ടോ ഇവർ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള സംവിധാനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ അത് കൊടുത്തുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയെയും ഒപ്പം തന്നെ അവരുടെ സംഘത്തെയും പിണറായി ഇവരുടെ കൂടെ നിർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി തൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാല് വാരിയിരിക്കുകയാണ് CPM. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ വീണ്ടും തഴയുകയാണ് എന്നുള്ളൊരു വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നുണ്ട്. അതായത് ഈ ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം കേരള കോൺഗ്രസിന് വേണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും അത് നടക്കാൻ അല്ലെങ്കിൽ നടന്നേക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം CPM പണി പാളും. CPIയും കേരള കോൺഗ്രസ് എമ്മും നേട്ടമിടുന്ന രാജ്യസഭാ സീറ്റിൽ CPM മുൻഗണന നൽകുന്നത് CPIക്ക് തന്നെയാകും എന്നതാണ് സൂചനകൾ. അതായത് കേരള കോൺഗ്രസിന് അടുത്ത തവണ സീറ്റ് നൽകാമെന്നുള്ളൊരു ധാരണയുണ്ടാക്കുവാൻ, എന്നാൽ രാജ്യസഭാ സീറ്റിന് പകരം ജോസ് കെ മാണിക്ക് എന്ത് സ്ഥാനം നൽകുമെന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടുമില്ല. ഈ മാസം ജൂൺ മാസം 6 മുതലാണ്, അടുത്ത മാസം 6 മുതലാണ് പത്രിക നൽകാവുന്നത്. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ തന്നെ LDF ചേർന്ന് രാജ്യസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കേണ്ടതുണ്ട്. CPI ഇക്കാര്യത്തിൽ എന്തായാലും വിട്ടുവീഴ്ച ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ രാജ്യസഭാ മോഹം എന്ന് പറയപ്പെടുന്ന പൊലിയുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ എളമരങ്കരിയും CPMൻ്റെ നേതാവ്, ബിനോയ് വിശ്വം CPIയുടെ നേതാവ്, ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് എന്നിവരാണ് LDFിലെ 3 പേർ രാജ്യസഭയിൽ നിന്ന് ഒഴിയുന്നത്. അവരുടെ 3 പേരുടെ സീറ്റ് ഒഴിയുമ്പോൾ 2 സീറ്റേ മുന്നണിക്ക് ലഭിക്കും. കാരണം UDFിന് ലഭിക്കുന്ന ഏക സീറ്റ് മുസ്ലിം ലീഗിനാണ് എന്നുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട്. 3-ൽ 1 എന്ന് പറയുമ്പോൾ CPM തന്നെ നിലനിർത്തും. ഇതിന് ദേശീയ സാഹചര്യങ്ങളെക്കുറിച്ചാകും പറയുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. 2ാം സീറ്റ് മുന്നണിയിലെ 2ാമൻ എന്ന നിലയിൽ CPIക്ക് തന്നെയാണ് കൊടുക്കേണ്ടതും അതുതന്നെയാണ് കീഴ്വഴക്കവും. മുൻതൂക്കം അവർക്കാണ്. റൊട്ടേഷൻ വ്യവസ്ഥയിൽ തീരുമാനമെടുക്കുന്ന രീതി കണക്കിലെടുത്താൽ ഊഴം CPIക്കാണ് എന്ന് തന്നെയാണ് CPM വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് സീറ്റ് CPIക്ക് പോകും. 17 നിയമസഭാ കക്ഷി സീറ്റുള്ള കക്ഷി എന്നതും അവർക്ക് മേൽക്കൈ നേടുന്നുണ്ട്. 17 പേരുണ്ട് അവർക്ക്. കേരള കോൺഗ്രസിന് 5 നിയമസഭാംഗങ്ങൾ മാത്രമാണുള്ളത്. അതേസമയം ജോസ് കെ മാണിക്ക് എന്ത് സ്ഥാനം നൽകുമെന്നുള്ളൊരു ചോദ്യം അത് പ്രസക്തമാണെന്ന്. രാജ്യസഭാ സീറ്റ് ലഭിക്കാതെ വന്നാൽ ജോസിന് പദവികളില്ലാതെ കഴിയേണ്ടി വരും. 2ാം പിണറായി സർക്കാർ വന്ന ശേഷം പ്രവർത്തനം നിലച്ച ഭരണപരിഷ്കാര കമ്മീഷൻ പുനരുജ്ജീവിപ്പിച്ച് അതിൻ്റെ അധ്യക്ഷ സ്ഥാനം നൽകി അതിന് ക്യാബിനറ്റ് റാഗോടുകൂടി കേരള കോൺഗ്രസിന് നൽകിയാൽ അവരെ സാന്ത്വനിപ്പിക്കുവാൻ കഴിയുമെന്നുള്ളൊരു പ്രചാരണം കൂടി CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ പ്രചാരണം കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന നിഗമനം. കാരണം അവർ തന്നെ ആയിരിക്കും അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ ഭരണപരിഷ്കാര കമ്മീഷൻ പദവി പുനരുജ്ജീവിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അത് പുനരുജ്ജീവിപ്പിച്ചാൽ അതും വിവാദമാകും. അതൊരു പ്രതിസന്ധിയാണ്. കാരണം LDFിൽ ലഭിക്കുന്ന 2 സീറ്റുകൾ എന്ന് പറയപ്പെടുന്നത് CPIക്കും കേരള കോൺഗ്രസിനും കൈമാറിയും സ്വയം ത്യജിച്ചും പ്രശ്നപരിഹാരത്തിന് CPM ശ്രമിക്കുമോ എന്നുള്ളത് ഉറ്റുനോക്കുന്നവരുണ്ട്. പക്ഷേ അത് നടക്കില്ല. എന്നാൽ കേന്ദ്ര നേതൃത്വം അതിന് സമ്മതം മൂളുവാനുള്ള സാധ്യത തീരെയില്ല എന്നുള്ളതാണ്. രാജ്യസഭാ സീറ്റ്, സ്ഥാനാർത്ഥിത്വം എന്നിവയിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭിപ്രായം കൂടി പരിഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ്. ദേശീയ സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യെച്ചൂരി അടക്കമുള്ളവർ നോ പറയും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതേസമയം കേരളത്തിൻ്റെ താല്പര്യം പരിഗണിച്ചാൽ പിണറായി തന്നെയാകും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളത്. കാരണം പിണറായി വിചാരിച്ചാൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അതേസമയം സീറ്റ് കൂടിയേ തീരൂ എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മും പോകുന്നത്. സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ മധ്യ തിരുവിതാംകൂറിൽ പാർട്ടിയുടെ സാധ്യത കൂടുതൽ പരുങ്ങലിലാകുമെന്ന് തന്നെയാണ് അവരുടെ വാദം. കൂടാതെ UDFിലേക്ക് തിരികെ പോകണമെന്ന വാദം കേരള കോൺഗ്രസിൽ കൂടുതൽ ചർച്ചയാകുന്നുണ്ട്, ശക്തമാകുന്നുണ്ട്. മാത്രമല്ല പാർട്ടി നേതാക്കളടക്കം അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കേരള കോൺഗ്രസിൻ്റെ നിലപാടിനെ തുടർന്നാണ് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായത് എന്ന് ജോസ് കെ മാണി തന്നെ അഭിപ്രായപ്പെട്ടതും ആ സാഹചര്യത്തിലാണ്. അതും നമ്മൾ കാണാതെ പോകാൻ പാടില്ല. അതിനിടെയാണ് രാജ്യസഭാ സീറ്റിനായിട്ട് LDFിൽ 2 പാർട്ടികൾ കൂടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. RJDയും NCPയും. ഈ പാർട്ടികൾ കൂടി രാജ്യസഭാ സീറ്റ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ലോക്സഭാ സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് അനുവദിക്കണമെന്നാണ് ഇപ്പോൾ RJD നേതാവായിട്ടുള്ള വർഗീസ് ജോർജ് വരെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യസഭാ സീറ്റ് LDF യോഗത്തിൽ പാർട്ടി ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ NCP നേതാവും മന്ത്രിയുമായിട്ടുള്ള AK ശശീന്ദ്രൻ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം മന്ത്രിസ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയ്ക്ക് വേണ്ടിയാണ് NCP രാജ്യസഭാ സീറ്റ് ചോദിക്കുന്നത്. ഇവിടെ NCP എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കുള്ളിൽ തന്നെ തമ്മിലടി ശക്തമാകുന്നു. RJDക്കകത്ത് മറ്റു സ്ഥാനങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ ആ പാർട്ടിയിലും ആശയക്കുഴപ്പം വല്ലാതെ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല കേരള കോൺഗ്രസ് എം എന്ന് പറയപ്പെടുന്നത് ആ രാഷ്ട്രീയ പാർട്ടി UDFിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യതകളെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നു.
ഞങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിച്ചത് എന്നുള്ള അവകാശവാദം പോലും ജോസ് കെ മാണി മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്താണ് UDF-നൊപ്പം നിന്ന ജോസ് കെ മാണിയെ പലതരത്തിലുള്ള വാഗ്ദാനം കൊടുക്കുകയാണ് LDF-ലേക്ക് CPM കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഒരു അവസ്ഥ വരുമ്പോൾ ജോസ് കെ മാണിക്ക് ഒരു തരത്തിലുള്ള അധികാരങ്ങളും പദവികളും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു MP എന്നുള്ള പദവിയെങ്കിലും കൊടുക്കണ്ടേ? കേരള കോൺഗ്രസ് എം പോലൊരു വലിയ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു MP എന്നുള്ളൊരു പദവിയെങ്കിലും ലഭിക്കേണ്ടതല്ലേ? അതുപോലും നൽകാൻ CPM തയ്യാറാകുന്നില്ല എങ്കിൽ അതിനർത്ഥം ഇവരെ ഇവിടെ കെട്ടിയിടുക, അടിമകളാക്കി മാറ്റുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മും പാർട്ടി വിടാൻ തീരുമാനിച്ചാൽ അതിൽ അതിശയിക്കാനുമില്ല.